12 മാസ കാലയളവിൽ വാങ്ങിക്കൂട്ടിയത് 14 താരങ്ങളെ, അതായത് ഒരു പ്രോപ്പർ 11ഉം 3 സബ്സ്റ്റിറ്റ്യൂട്ടും അടങ്ങുന്ന ശക്തമായൊരു നിരയെ. ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചിലവഴിച്ച പണത്തിൻ്റെ കണക്ക് പല ടീമുകളുടെയും മൊത്തം ബജറ്റിനേക്കാളും എത്രയോ മുകളിൽ. ഒപ്പം കളി പഠിപ്പിക്കാൻ പെപ് ഗാർഡിയോള എന്ന തന്ത്രജ്ഞാനിയും. യൂറോപ്യൻ ഫുട്ബോളിലെ രാജാക്കന്മാരാണ് പോകുന്ന എല്ലാ ഗുണവും ഒത്തുണങ്ങിയ മാഞ്ചസ്റ്റർ സിറ്റി നിരക്ക് പക്ഷേ ഇന്നലെ ഒന്ന് കാലിടറി. അല്ല, നോർവേയിലെ ഇത്തിരി കുഞ്ഞൻ ക്ലബ്ബ് വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടു എന്ന് പറയാം. പേര് ബോദോ ഗ്ലിംറ്റ്. കഴിഞ്ഞ വർഷത്തെ യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനൽ ലൈനപ്പിൽ ഇടം പിടിക്കുമ്പോഴാണ് ബോദോ ഗ്ലിംറ്റ് എന്ന നോർവീജിയൻ ക്ലബ്ബ് ഫുട്ബോൾ ആരാധകരുടെ കണ്ണിലുടക്കുന്നത്. അന്ന് ആ ടൂർണമെന്റിൽ സെമി വരെ അവർ നടത്തിയ കുതിപ്പ് പല ഫുട്ബോൾ പണ്ഡിറ്റുകളെയും ബഹുഭൂരിപക്ഷം ഫുട്ബോൾ ആരാധകരെയും അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. സെമിയിൽ ടോട്ടനാമിന് മുന്നിൽ തോറ്റുമടങ്ങിയെങ്കിലും അവർ നടത്തിയ പോരാട്ട വീര്യം അന്ന് യൂറോപ്പിലാകെ കയ്യടികൾ നേടിയിരുന്നു. വടക്കൻ നോർവേയിലെ ആർട്ടിക് വൃത്തത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ബോദോ പട്ടണത്തിലാണ് അസ്മേറ സ്റ്റേഡിയം ഉള്ളത്. ബോദോ ഗ്ലിംറ്റിന്റെ ഹോം ഗ്രൗണ്ട്. 8000-ന് തൊട്ടു മുകളിൽ മാത്രം സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കുഞ്ഞു സ്റ്റേഡിയം. അവിടെ ഇന്നലെ 90 മിനിറ്റും കഴിഞ്ഞ് ഫുൾ ടൈം വിസിൽ മുടക്കുമ്പോൾ ബോദോ ഗ്ലിംറ്റ് നടത്തിയതൊരു പ്രഖ്യാപനമായിരുന്നു. താരപരിവേശമോ പണമോ പവറോ അല്ല, മറിച്ച് കളിക്കളത്തിൽ പുറത്തെടുക്കുന്ന പ്രകടനമാണ് ഫുട്ബോളിൽ ശക്തരാരാണെന്ന് തെളിയിക്കുന്നതെന്ന ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്. ജനുവരിയിൽ ടീമിലെത്തിയ സെമിന്യോ ഗേഹി എന്നിവരില്ലാതെയാണ് സിറ്റി നോർവേയിലേക്ക് വണ്ടി കയറുന്നത്. എങ്കിലും എന്തിനും പോകുന്നൊരു നിര ബെഞ്ചിലും 11-ലുമായി പെപ്പിന്റെ കൈവശമുണ്ടായിരുന്നു. ഡെർബിയിൽ യുണൈറ്റഡിനെ നേരിട്ട 11-ൽ 4 മാറ്റങ്ങളുമായാണ് പെപ്പ് ടീമിനെ കളിക്കാനിറക്കിയത്. ചെർക്കി, റെയിൻഡിയേഴ്സ്, എയ്റ്റ്നൗറി, നിക്കോറേലി എന്നിവർ 11-ലേക്ക് തിരികെ എത്തി. യുവതാരങ്ങളെ കുഷ്നോവിനും മാക്സലൈനക്കുമായിരുന്നു ഡോണറക്ക് മുമ്പിൽ കോട്ട കെട്ടാനുള്ള ദൗത്യം. മാച്ച് ക്ലോക്കിൽ 20 മിനിറ്റ് പിന്നിട്ടു. ഇടത് വിങ്ങിലൂടെ മുന്നേറിയ ഫോഡൻ ഹാളൻഡിലേക്ക് നൽകിയ പാസിനെ ബോദോ ഡിഫൻസ് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. പന്ത് ലഭിച്ച കാസ്പർ ഹോഗ് ഞൊടിയിടയിൽ ബ്ലോംബർഗിന് മറിച്ച് നൽകി സിറ്റി ബോക്സിലേക്ക് ഓടിക്കയറി. ബോക്സിനകത്ത് കുഷ്നോവിന്റെ പുഷിൽ ബ്ലോംബർഗിന് ബാലൻസ് നഷ്ടമായെങ്കിലും പന്ത് തിരിച്ചുപിടിച്ച താരം സെക്കൻഡ് പോസ്റ്റിലേക്ക് ക്രോസ് ഉയർത്തി. ആരായാലും മാർക്ക് ചെയ്യപ്പെടാൻ നിന്ന ഹോഗ് ഡോണറുമയെ കാഴ്ചക്കാരനാക്കി പന്ത് വലയിലേക്ക് കുത്തിയിറക്കി. ആ ഗാലറിക്ക് തീ കൊളുത്താൻ അത് തന്നെ ധാരാളമായിരുന്നു. ഒരുപക്ഷെ അവർ ആ മൈതാനത്ത് വരവേറ്റ ഏറ്റവും വലിയ ടീമുകളിലൊന്നാവും മാഞ്ചസ്റ്റർ സിറ്റി. അവർക്കെതിരെ ഒരു ഗോളിനെ ലീഡെടുക്കുക എന്നത് ബോദോയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ നിമിഷമാണ്. അവർ അതിനെ ഒരു ഉത്സവം കണക്കെ കൊണ്ടാടി. 2 മിനിറ്റിൻ്റെ ഇടവേളയിൽ കാണികളുടെ ആവേശം ഇരട്ടിയായി. ബോദോ ബോക്സിലേക്ക് സിറ്റി നടത്തിയ മുന്നേറ്റത്തിൻ്റെ മുന്നോടിച്ച ഡിഫൻസ് ഒരു ലോങ് ക്ലിയറൻസിലൂടെ പന്ത് അടിച്ചകറ്റി. മൈതാന മധ്യത്ത് നിന്ന് പന്ത് പിടിച്ചെടുത്ത് വീണ്ടും ഒരു ബിൽഡപ്പ് തുടങ്ങാനുള്ള മാക്സ് അലേനിയുടെ ശ്രമം പിഴച്ചു. തൊട്ടുപിന്നിൽ ഓടിയെത്തിയ ബോദോ താരം പന്ത് പിടിച്ചെടുത്ത് ബ്ലോംബർഗിന് നൽകി. തലയുയർത്തി നോക്കിയ ബ്ലോംബർഗ് കണ്ടത് സിറ്റി ബോക്സിൽ ഫ്രീ ആയി നിൽക്കുന്ന സഹതാരം കാസ്പർ ഹോഗിനെയാണ്. കുഷ്നോവിന്റെ സ്ലൈഡിങ്ങിന് മുകളിലൂടെ തന്നിലേക്ക് വന്ന പന്തിനെ ഹോഗ് വലയിലേക്ക് വായിച്ചു. ജിയാൻ ലൂയിജി ഡോണറോക്ക് ആ ബിൽഡപ്പ് ഫുൾ ഫ്ലോയിൽ കണ്ടു നിൽക്കാനേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അരമണിക്കൂർ പോലും തികയും മുമ്പ് സിറ്റിയുടെ സ്റ്റാർ സ്റ്റഡഡ് നിര 2 ഗോളിന് പുറകിൽ പോന്നു. അതും യുഎഫ കോഎഫിഷ്യന്റ് റാങ്കിൽ തങ്ങളെക്കാൾ ബഹുദൂരം പുറകിലുള്ള ഒരു ടീമിനെതിരെ. ആടി ഉലയുന്ന ഒരു കപ്പൽ പോലെയായിരുന്നു സിറ്റിയുടെ പ്രതിരോധ നിര. ഒരു താളവും കണ്ടെത്താനാവാതെ അവരങ്ങനെ മത്സരം കളിച്ചുകൊണ്ടിരുന്നു. പന്ത് പലപ്പോഴും സിറ്റി ഗോൾ മുഖത്ത് സ്ഥിരം വിരുന്നുകാരനായി. ഡോണറുമയും ബോദോ താരങ്ങളുടെ ഫിനിഷിങ്ങിലെ പോരായ്മയും ആദ്യ പകുതിയിൽ കൂടുതൽ ഗോളിന് അവസരമൊരുക്കിയില്ല. രണ്ടാം പകുതിയിൽ ബോഡോയുടെ ആദ്യ ഗോൾ നേരിയ വ്യത്യാസത്തിൽ ഓഫ്സൈഡ് കടിയിൽ കുടുങ്ങിയെങ്കിലും തൊട്ടടുത്ത മിനിറ്റിൽ അവർ വീണ്ടും ഒരിക്കൽ കൂടി സിറ്റി വലയിൽ പന്തെത്തിച്ചു. ബോക്സിന് പുറത്തു നിന്നുമുള്ള ഒരു ലോങ് റേഞ്ചർ പോസ്റ്റിന്റെ ഇടത് മൂലയിൽ പറന്നിറങ്ങുമ്പോൾ ഡോണറുമുക്ക് അത് തട്ടിയകറ്റാൻ യാതൊരു അവസരവുമില്ലായിരുന്നു. സിറ്റിക്ക് മേൽ ബോദോ 3 ഗോളിന്റെ ലീഡ് എടുക്കുന്നു. 2 മിനിറ്റ് ഇടവേളയിൽ ചെർക്കിയിലൂടെ സിറ്റി ഗോൾ മടക്കി. ഇതൊരു കംബാക്കിന്റെ തുടക്കമാവുമെന്ന് പലരും കരുതിയെങ്കിലും തൊട്ടടുത്ത 2 മിനിറ്റിൽ 2 മഞ്ഞക്കാർഡുകൾ വാങ്ങി റോഡ്രി പുറത്തേക്ക് നടന്നു. അനാവശ്യമായ 2 ഫൗളുകൾ, അതിനു ലഭിച്ച 2 മഞ്ഞക്കാർഡുകൾ. തിരിച്ചു വരാൻ ഒരുങ്ങിയ ടീമിനെ 10 പേരിലേക്ക് ചുരുക്കി പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട റോഡ്രി നിരാശയിൽ ടണലിലേക്ക് മടങ്ങി. ബോഡോക്ക് വീണ്ടും അവസരങ്ങൾ ലഭിച്ചു. 10 പേരിലേക്ക് ചുരുങ്ങിയ സിറ്റിയെ അവർ നന്നായി വട്ടം കറക്കി. ക്രോസ് ബാറും ഓഫ് സൈഡ് ലൈനും വിലങ്ങ് തടിയായപ്പോൾ 4ാം ഗോൾ അകന്നെങ്കിലും വിലപ്പെട്ട 3 പോയിന്റ് അവർ സ്വന്തമാക്കി. സീസണിൽ ബോദോയുടെ ആദ്യ ജയമാണിത്. നേരത്തെ കളിച്ച 6 കളികളിൽ 3 വീതം തോൽവിയും സമനിലയുമാണ് അവരുടെ സമ്പാദ്യം. സിറ്റി ആകട്ടെ 4 ജയവുമായി പട്ടികയിൽ 7ാമതുമാണ്. പുതിയ ഫോർമാറ്റിൽ ഓരോ ജയവും ഓരോ പോയിന്റും വിലപ്പെട്ടതാണെന്നിരിക്കെ ഈ തോൽവി സിറ്റിയെ പ്രതിരോധത്തിലേക്കാക്കിയിട്ടുണ്ട്. ജയത്തോടെ അടുത്ത റൗണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാൻ ഉറച്ചിറങ്ങിയ പെപ്പിനും സംഘത്തിനും ഒരുപക്ഷെ ഈ തോൽവി പ്ലേ ഓഫിലേക്കുള്ള വാതിൽ തുറക്കാൻ കാരണമായേക്കാം. തുടർച്ചയായ 2ാം തോൽവി ഏതായാലും പെപ്പിനൊന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. ഗണ്ണേഴ്സിന് 7 പോയിന്റ് പിറകിലോടുന്ന സിറ്റിക്ക് ലീഗിലെ ഇനിയുള്ള ഓരോ മത്സരവും നിർണായകമാണ്. ഗ്വേഹിയെ എത്തിച്ച് ഡിഫൻസിന് ബലം കൂട്ടി അവർക്ക് ആർട്ടേറ്റയെ മറികടന്ന് ലീഗ് കിരീടം ഉയർത്താനാവുമോ? ചാമ്പ്യൻസ് ലീഗിൽ സിറ്റിയുടെ കുതിപ്പ് എവിടെ വരെ എത്തും? കാത്തിരുന്നു കാണാം.